ദാരിദ്ര്യം കൊണ്ട് പൊറുതിമുട്ടിയ ഒരു മനുഷ്യൻ എപ്പോഴും പറയുമായിരുന്നു, ദൈവം എന്ന ഒരാളുണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും തനിക്ക് ഗതി വരില്ലായിരുന്നു. അങ്ങനെ ഒരിക്കലും അദ്ദേഹത്തിന്റെ മുന്നിൽ ദൈവം പ്രത്യക്ഷപ്പെടുകയാണ്. എന്നിട്ട് ചോദിക്കുന്നു, നിനക്ക് എന്താണ് വേണ്ടത്? നീ എന്ത് വേണമെങ്കിലും ചോദിച്ചോളൂ, ഞാനത് തരാം. ഈ മനുഷ്യൻ ആലോചിച്ചിട്ട് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ എനിക്കൊരു വരം തരണം. ദൈവം പറഞ്ഞു, നീ ചോദിച്ചോളൂ, ഞാൻ തരാം. ഞാൻ എത്ര അരി എടുക്കുന്നുവോ അത്രയും തന്നെ തൽസ്ഥാനത്ത് ബാക്കി ഉണ്ടാവണം. ദൈവം പറഞ്ഞു, അതുപോലെ തന്നെ സംഭവിക്കട്ടെ, തഥാസ്തു. ഈ വരമൊന്ന് പരീക്ഷിച്ച് നോക്കാൻ അദ്ദേഹം തീരുമാനിച്ചു. അങ്ങനെ സർവസ്വമായിട്ടുള്ള വീട് പണയപ്പെടുത്തി ഒരു ചാക്ക് അരി വാങ്ങി. ഈ ഒരു ചാക്ക് അരിയും തലയിലേറ്റി അദ്ദേഹം വീട്ടിലേക്ക് യാത്രയായി. ഒറ്റയ്ക്ക് ഇറക്കാൻ സാധിക്കാത്തതുകൊണ്ട് ഭാര്യയുടെ സഹായവും തേടി. അങ്ങനെ രണ്ടുപേരും കൂടി ആ ഒരു ചാക്ക് അരി താഴെ ഇറക്കി വെച്ചു. അതേ സമയത്ത് അദ്ദേഹത്തിന്റെ തലയിൽ ഒരു ചാക്ക് അരിയും കൂടി വന്നു. ആൾക്ക് വളരെ സന്തോഷമായി. കാരണം ഇപ്പോൾ തന്നെ പോയിട്ട് കടം വീട്ടാമല്ലോ. അങ്ങനെ ഇരുവരും ചേർന്ന് ആ ചാക്ക് അരിയും കൂടി താഴേക്ക് ഇറക്കി വെച്ചു. അപ്പോൾ തന്നെ മറ്റൊരു ചാക്ക് അരി അദ്ദേഹത്തിന്റെ തലയിൽ പ്രത്യക്ഷപ്പെട്ടു. അങ്ങനെ ഓരോ ചാക്കുകൾ ഇറക്കി വെച്ച് അവരുടെ വീട് നിറഞ്ഞു. ഇനി എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ആ സമയത്ത് അദ്ദേഹത്തിന് നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ അരിച്ചാക്കൊന്ന് തലയിൽ നിന്ന് മാറിയിട്ട് വേണമല്ലോ ഭക്ഷണം കഴിക്കാനായിട്ട്. അങ്ങനെ ഒരു വിധത്തിൽ ഭാര്യ വിളമ്പി വെച്ചിരുന്ന ചോറിൽ നിന്നും ഒരു ഉരുള വായിലിട്ടു. ആ ഒരു ഉരുള വായിൽ നിന്ന് ഇറക്കുന്ന സമയത്ത് അടുത്ത ഉരുള വായിൽ വന്നു കഴിഞ്ഞു. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഒരു ഉരുള ചോറ് പോലും നേരെ ചൊവ്വേ കഴിക്കാൻ പറ്റാത്ത അവസ്ഥയായി മാറി. സ്വർണം ചുമക്കുന്ന കഴുതയെ പോലെ. പണ്ട് ഈ വ്യക്തി ദാരിദ്ര്യം കൊണ്ടാണ് പൊറുതിമുട്ടിയെങ്കിൽ ഇന്ന് അദ്ദേഹം പൊറുതിമുട്ടുന്നത് സമൃദ്ധി കൊണ്ടാണ്. അങ്ങനെ ഒരു രക്ഷയുമില്ലാതെ അദ്ദേഹം കരഞ്ഞു വിളിച്ച് ദൈവത്തെ പ്രത്യക്ഷപ്പെടുത്തി. ദൈവത്തോട് പറഞ്ഞു, ഏത് വിധേനയും ഈ വരമൊന്ന് തിരിച്ചെടുക്കണം. ഞാൻ ഇതുകൊണ്ട് പൊറുതിമുട്ടിയിരിക്കുകയാണ്. ചിരിച്ചുകൊണ്ട് ദൈവം പറഞ്ഞു, ഞാൻ നിനക്കൊരു പുതിയ വരം തരാം. അന്നന്ന് വേണ്ട ആഹാരം നിനക്ക് ലഭിക്കും. നമ്മളെല്ലാവരും തിരിച്ചറിയേണ്ടതും ഇത് തന്നെയാണ്. മനുഷ്യൻ ദാരിദ്ര്യം കൊണ്ട് മാത്രമല്ല, ഭൗതികമായിട്ടുള്ള ഐശ്വര്യ സമൃദ്ധി കൊണ്ട് പൊറുതിമുട്ടാറുണ്ട്. അതിന് നല്ലൊരു ഉദാഹരണമാണ് ഈ ഒരു കഥ. ഇന്ന് തന്നെ ആടുകളെ തീറ്റി നിറച്ച ഇടയനറിയാം നാളെ എവിടേക്കാണ് തീറ്റാൻ കൊണ്ടുപോകേണ്ടത്. ഈ വിശ്വാസം ആടുകൾക്കുള്ളതുകൊണ്ടാണ് ആടുകൾ സ്വസ്ഥമായി കിടന്നുറങ്ങുന്നത്. ദൈവം നമ്മളുടെ ഇടയനാണെന്നുള്ള ഉറപ്പുണ്ടാകുന്നവരെ നമുക്കൊരിക്കലും സ്വസ്ഥമായി ഉറങ്ങാൻ സാധിക്കില്ല. എല്ലാവർക്കും ശുഭദിനം. താങ്ക് യു സോ മച്ച്.